കുട്ടികളൊന്നും ഒച്ചയ്ക്കണ്ടാത്ത പോയി. കേട്ടോമേ, അടുത്ത കാലത്തൊന്നും ഇത്ര ഭംഗിയായിട്ടൊരു കല്യാണം ഇന്നാട്ടിൽ നടന്നിട്ടില്ലെന്നാ എല്ലാവരും പറയുന്നത്. സംശയമുണ്ടോ? എല്ലാത്തിനും ഒരു ചിട്ടയുണ്ടായിരുന്നു. യൂണിഫോം ഇട്ടില്ലെങ്കിലും SI ഭാർഗവനും കോൺസ്റ്റബിൾ ഹമീദും ഒക്കെ ചത്ത് പണി. അപ്പൊ സാമ്പാറിൽ വീണ് SI ഭാർഗവൻ തന്നെ. സദ്യയൊക്കെ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഒരു SI ഒക്കെ സാമ്പാറിൽ വീഴാന്ന് പറഞ്ഞ അതൊക്കെ പോട്ടെ വെച്ചിട്ടാ. പൊതുവെ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അസൽ സദ്യ. ആ DIG കേളപ്പാന്നേരില്ലേ, അങ്ങനെ 7 ഗ്ലാസ് അടപ്പതം കുടിച്ചു. ചേട്ടനും കുടിച്ചില്ല 7 ഗ്ലാസ്? പിന്നെ അങ്ങാർക്ക് കമ്പനി കൊടുക്കാൻ ഞാനും 7 ഗ്ലാസ് കുടിച്ചു. അതാണ് അവസാനത്തെ പന്തിക്ക് അടപ്രഥമം വിളമ്പാത്തത്. അല്ലല്ല, അത് പാൽപായസം. ദീപു, നിന്റെ മനസ്സുപോലെ തന്നെ നിന്റെ കല്യാണവും ഭംഗിയായി നടന്നു. ഇതൊക്കെ കണ്ട് സന്തോഷിക്കാൻ നിങ്ങളുടെ അച്ഛൻ ഇല്ലാതെ പോയല്ലോ. ഇല്ലമ്മേ, അങ്ങ് സ്വർഗത്തിലിരുന്ന് ഇതൊക്കെ കണ്ട് അച്ഛൻ സന്തോഷിക്കുന്നുണ്ടാവും. ദീപേട്ടാ, ഒരു മിനിറ്റ്. എവിടെ? ഇതാ അവിടെ. എന്തിനാ രണ്ടാളും വിളിച്ചിരിക്കുന്നത്? എനിക്കറിയില്ല. എന്താ ഇവിടെ ഏർപ്പാട്? ഞങ്ങൾ കുറച്ച് മദ്യപിക്കാം. എത്ര ദിവസമായി ഓട്ടം തുടങ്ങിയിട്ട് മനുഷ്യന്ന് റിലാക്സ് ചെയ്യണ്ടേ? ചന്ദ്രേട്ട കമ്മ്യൂണിസ്റ്റ് അല്ലേ, മദ്യപിക്കാൻ പാടുണ്ടോ? പാർട്ടി അറിഞ്ഞാൽ എന്നെ അപ്പൊ പുറത്താക്കും. പക്ഷെ ഞങ്ങളിൽ പലരും രഹസ്യമായി മദ്യപിക്കാറുണ്ട്. ഭയങ്കര ടെൻഷനല്ലേ? ഒരു വശത്ത് BJP, മറുവശത്ത് കോൺഗ്രസ്, ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ മുസ്ലിം ലീഗും. മദ്യപിക്കാതെ എന്ത് ചെയ്യും? ഇന്ന് ദീപുവിനും കുറച്ച് ടെൻഷൻ കാണുമല്ലോ. കുറച്ച് അടിച്ചോളൂ, അതിനാ വിളിച്ചേ. അല്ലേ കരീമേ? എനിക്കൊന്നും വേണ്ട, പെട്ടെന്ന് ഈ പരിപാടി മതിയാക്ക്, എന്നിട്ട് വല്ല വന്ന് കഴിക്കേ. ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഈ രമേശിന്റെ മുന്നിൽ വെച്ച് ഇത് ചർച്ച ചെയ്യാൻ പാടുണ്ടോ ചന്ദ്രേട്ടാ? അവനും നാളെ ഒരു കല്യാണം കഴിക്കണ്ടല്ലേ, അവനും കേക്കട്ടെ കരീമേ. ഞങ്ങൾ രണ്ടുപേരും ഓരോ ആദ്യ രാത്രി പിന്നിട്ടവരാ. ആ അനുഭവം വെച്ച് ദീപുവിന് ഉപദേശിക്കേണ്ട ഞങ്ങളുടെ കടമയല്ലേ? തികഞ്ഞ സംയമനം, അതാണ് ആദ്യ രാത്രിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. അല്ലാതെ ഒരു BJP-ക്കാരും CPM-കാരും തമ്മിൽ കണ്ടുമുട്ടിയതുപോലെ ആവരുത്. ബുദ്ധിമതിയായ ഒരു പെൺകുട്ടി ആദ്യ രാത്രിയിൽ തന്നെ അവളുടെ ഭർത്താവിനെ നിലംപരിശാക്കും. അങ്ങനെയാണ് ആ ഭർത്താവ് ഒരു പെൺകോന്തനായിട്ട് മാറുന്നത്. പുതുമയുടെ ആവേശത്തിൽ നമ്മൾ ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കും, അത് അപകടമാണ്. പിന്നെ വേറെ കാര്യമുണ്ട്. നീ മിണ്ടരുത്. ഞാനൊരു തുറന്ന മനസ്ഥിതിക്കാരനാണെന്ന് കാണിക്കാൻ ചില മണ്ടന്മാർ ആദ്യ രാത്രിയിൽ മുമ്പത്തെ ചില പ്രേമകഥകളൊക്കെ ഭാര്യമാരോട് പറയും. അതാണ് ഏറ്റവും അപകടം. ഒരക്ഷരം വിട്ടു പറയരുത്. എനിക്ക് പറയാൻ അങ്ങനെ ഒരു വിഷയമില്ലല്ലോ. എന്തെങ്കിലും പറയരുത്. ഇനി പരസ്പരം ദേഹത്ത് തൊടുന്നതിനെ കുറിച്ച് പറയാം. ആദ്യം തൊടുന്നത് കൈവിരലിൽ മതി. കരീമേ, ഈ ചെക്കനൊന്ന് പൊടിച്ചോട്. നമ്മൾ പറയുന്നത് അവൻ കേട്ടോട്ടെ എന്ന് ചന്ദ്രേട്ടൻ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്? കേൾക്കാനല്ലാതെ അഭിപ്രായം പറയാൻ ആര് പറഞ്ഞു? ഒന്ന് വേഗം പറഞ്ഞു തൊലയ്ക്ക്. ഈ ധൃതിയാണ് ഒട്ടും പാടില്ലാത്തത്. കരീമേ, നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? ദേഹത്തോടുന്ന കാര്യം. അതന്നെ. നമ്മൾ ഒരിക്കലും ആദ്യം അങ്ങോട്ട് തൊടാൻ പാടില്ല. ആ കുട്ടി നിയന്ത്രണം വിട്ട് ഇങ്ങോട്ട് തൊടണം. അവിടെയാണ് നമ്മളെ മിടുക്ക്. ഞാൻ കല്യാണം കഴിച്ചപ്പോ ഞാൻ തൊട്ടതേ ഇല്ല. എന്റെ ഭാര്യ എന്നെയും തൊട്ടിയില്ല. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, ഒടുക്ക 3 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തൊടുന്നത്. അതാണ് ഞാൻ പറഞ്ഞ സംയമനം. അപ്പൊ ചന്ദ്രന്റെ ഭാര്യ 6-ാം മാസത്ത് പ്രസവിച്ചോ? മനസ്സിലായില്ല. എങ്ങനെ? എനിക്ക് ഓർമ്മയുണ്ട്, കല്യാണം കഴിഞ്ഞ് കൃത്യം 9 മാസം കഴിഞ്ഞപ്പോ ചന്ദ്രന്റെ ഭാര്യ പ്രസവിച്ചത്. കല്യാണം കഴിഞ്ഞ് 3 മാസം തൊട്ടിട്ടില്ലെങ്കിൽ വളർച്ച എത്താത്ത കുഞ്ഞിനെ 6-ാം മാസത്ത് പ്രസവിച്ചു അല്ലേ? എന്താ കളിക്കുന്നത്? ഒന്നുമില്ല വിജയേട്ടാ, വെറുതെ അലമ്പാക്കരുത്. കുടി അങ്ങോട്ട് വന്നേ, നടക്ക്. മോശല്ലേ നല്ല ശരി.
സ്പർശനം പാടില്ല. കാത്തിരുന്ന് മുഷിഞ്ഞില്ലേ? ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. സാരില്ല സാരില്ല. ഞാൻ വൈകിപ്പോയത് കരിയംകയും ചന്ദ്രേട്ടനും കൂടി വെള്ളമടിച്ച് ബഹളം ഉണ്ടാക്കിയവരെ വഴക്ക് പറയായിരുന്നേ. ഞങ്ങള് റോഡിൽ വെച്ചിട്ട് കുടിക്കുന്ന ഒരു ഫ്രണ്ട്സ് എനിക്കില്ല, കാരണം ഞാൻ കുടിക്കില്ലേ. ഒരു പെരുമഴ പെയ്ത് തീർന്ന പോലെ തോന്നുക. എത്ര മാസങ്ങൾ, എത്ര പെൺകുട്ടികൾ. എന്ത് കാര്യം? പഴയ ആളുകൾ പറഞ്ഞത് എത്ര ശരിയാ, വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കണമെന്ന്. എനിക്ക് വേണ്ടി ദൈവം കണ്ടുവച്ച പെണ്ണിനെ അല്ലേ എനിക്ക് കിട്ടാൻ ഒക്കൂ. സത്യം പറഞ്ഞ ദൈവത്തിന് എന്തൊക്കെ ജോലിയല്ലേ. മനുഷ്യനെ സൃഷ്ടിക്കണം, അവന് ഭക്ഷണം കൊടുക്കണം, ജോലി ഏർപ്പാടാക്കണം, കല്യാണവും നടത്തിച്ചു കൊടുക്കണം. ഈ കല്യാണ ബ്രോക്കർമാർക്ക് കാശ് കൊടുക്കേണ്ട കാര്യമേ ഇല്ല. അടിസ്ഥാനപരമായി ദൈവം തന്നെയല്ലേ കല്യാണ ബ്രോക്കർ. ഇപ്പോഴാണ് എനിക്ക് എല്ലാം മനസ്സിലാകുന്നത്. കഴിഞ്ഞ 2 വർഷത്തിലേറെയായി കറങ്ങി നടന്ന് ഞാൻ കണ്ട ഒരു പെൺകുട്ടിയെ എനിക്കിഷ്ടായില്ല. ഒരുപക്ഷെ പ്രിയേക്കാൾ സുന്ദരികളായ എത്രയോ പെൺകുട്ടികളെ കൂട്ടത്തിലുണ്ടായിരുന്നിരിക്കാം. പക്ഷെ അവരാരും എന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നില്ല. എന്നാലോ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് ആദ്യമായി കണ്ട നിമിഷം തന്നെ എന്റെ മനസ്സെന്നോട് പറഞ്ഞു, ദീപു, ഇതാണ് നിന്റെ പെണ്ണ്, കണ്ടോളൂ, കണ്ണു നിറയെ കണ്ടോളൂ. പിന്നങ്ങോട്ട് പ്രാർത്ഥനയായിരുന്നു, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇത് നടക്കാതെ പോരുതെന്ന്. എന്റെ സംഭാഷണം കുറച്ച് കൂടുന്നുണ്ടല്ലേ, ക്ഷമിച്ചുകളാ. സംസാരിച്ചു തുടങ്ങിയപ്പോ ബ്രേക്ക് പോയതാ. ക്ഷീണം മാറിയും എഴുന്നേറ്റിരിക്കെ, എന്നിട്ട് കുറച്ചു നേരം പ്രിയ സംസാരിക്കെ ഞാൻ കേട്ടിരിക്കാം. ആ, അപ്പൊ ഒന്നും കേട്ടില്ല. പ്രിയേ, സ്പർശനം പാടില്ല. ഉണർത്താനല്ലേ സ്പർശിക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ലല്ലോ. ഓ പ്രിയേ, എന്താ എന്താ മോളെ? ഏ? എന്താ എന്തിന്? എന്താ എന്ത് പറ്റി? എന്താ? ഏയ് ഒന്നുമില്ലെന്നേ. സ്വന്തം വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി താമസിക്കുന്നതല്ലേ, അതിന്റെയാ. മോൾ അങ്ങോട്ടിരിക്കെ. എന്തു പറ്റി? ഏയ് ഒന്നുമില്ലെന്നേ, നിങ്ങൾ പൊയ്ക്കോ. എന്തുണ്ടായി? ഒന്നുമില്ല, നിങ്ങൾ പൊയ്ക്കോ. മോള് പേടിച്ചു പോയോ? കുറെ നാളായില്ലേ കല്യാണം എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട്. ചിലപ്പോ അവന്റെ നിയന്ത്രണം വിട്ടുപോയി കാണും. നാണക്കടായി. ഞാൻ പോയി അവനെ കണ്ടിട്ട് വരാം. ദീപു, അവിടെ നിക്ക്. എന്താ ഉണ്ടായത്? അത് വിജയേട്ട, ഞാന് പിന്നെ അമ്മയും അറിഞ്ഞു, എല്ലാരും അറിഞ്ഞു. കുറച്ചൊക്കെ കൺട്രോൾ വേണ്ടേ? അയ്യോ വിജയേട്ട, അതിന് ഞാനും സാരമില്ല, ബട്ട് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്, ഓക്കെ? അല്ല അത്